ഹായ്. അപ്പം അങ്ങനെ ശരിക്കും ആദ്യമായിട്ടൊരു വ്ളോഗ് എടുക്കാൻ പോവാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ഇടണം എന്നാണ് ആഗ്രഹം. ഇന്ന് ഫസ്റ്റ് വീഡിയോ എന്തായാലും ഇടും. പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ എനിറ്റു അപ്പോൾ 3 മണിയായി. ഇപ്പോൾ ഈ നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. അതെൻ്റെ റൂമാണ്, ഇത് ചേട്ടൻ്റെ റൂമാണ്. പക്ഷെ ഞാനിപ്പോൾ ചേട്ടൻ്റെ റൂമിലേക്ക് കിടക്കണേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 94 kg ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ ഒരു 85 kg ആണ് ഇപ്പോൾ. 85 kgയിലേക്ക് ആക്കി. ഫുഡ് ബ്ലോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് സെപ്റ്റംബറോ ഒക്ടോബറോ ആ ഒരു ടൈമിൽ എന്തോ സ്ഥിരമായിട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒക്ടോബർ തൊട്ട് ഈ കഴിക്കണതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സമയം അപ്പം തൊട്ട് കഴിക്കണ ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാം വീഡിയോ ആക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഡെയിലി 2 വീഡിയോ ചെയ്തിടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. യൂട്യൂബിൽ ഇടയ്ക്കൊന്ന് മിസ്സാവും. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇത്രയധികം ഫുഡ് കഴിച്ചിട്ടും ഞാൻ 94 kgന്ന് 84 kg ആയി. 85 kg ആയി. 84 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 85 ആണ്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം 70 kg ആണ്. 70 kg നമ്മൾ എന്ന് എത്തിക്കുന്നു എന്ന് നോക്കാം. ജേണിയിൽ കൂടെ കൂടിക്കോളൂ, നമുക്ക് വെയിറ്റ് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ 85 kg. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയായാലും ഒരു ഓണം വരാൻ പോവാ, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഞാനിങ്ങനെ ഡയറ്റൊക്കെ ചെയ്യാമെന്നും അതുപോലെ ഒന്ന് സെറ്റാക്കാൻ ബോഡി എന്നൊക്കെ വിചാരിക്കുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓണം വിഷു ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറി വരും. അപ്പോൾ കുഴപ്പമില്ല, ഓണത്തിന് നമുക്ക് പിടിക്കാം. മാമൻ വരുന്നുണ്ട് ഈ അടുത്ത്. മാമൻ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കുറേ മിഠായികളൊക്കെ കൊണ്ടുവരും. അത് കാണുമ്പോൾ ഒന്ന് മനസ്സ് ചാഞ്ചാടും. കുഴപ്പമില്ല, സെറ്റാക്കി എടുക്കണം. ഇവിടെ കരണ്ടില്ല, അത് വേറെ കേസ്. ഇപ്പോൾ അച്ഛനും അമ്മയും എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയിക്കാണ്. ഫുഡ് റെഡിയാണ്. ഫുഡ് എവിടെ റെഡിയാണ്. ചോറ്, ഉപ്പേരി, കാബേജ് ഉപ്പേരി, സാമ്പാർ, കുറച്ച് ഒരു ഹാഫ് പഴക്കരി ഉണ്ടല്ലോ, എന്തൊക്കെ ചിക്കൻ കറിയില്ലല്ലോ, എന്താ ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയേക്കുന്നു. വീണ്ടും സാമ്പാർ. ഇതിലെന്താ പലിഞ്ഞൊക്കെ ഉണ്ടല്ലോ. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ബ്ലാസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കുറച്ച് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യാറ്. വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല, ലാലു വെള്ളമില്ല. വേണണ്ട ദുൽഖറിൻ്റെ പടത്തിൽ ലാലു വെള്ളമില്ല. ഈ അമ്മ എവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെള്ളം വെച്ചാണ് കുടിക്കാനുള്ള വെച്ച് കഴിയല്ലേ. കുടിവെള്ളവും ഇല്ലേ? ഉണ്ട്. അപ്പം പറഞ്ഞു വന്നത്, ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യണത്. കുറേ കാലങ്ങളായിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ പുറത്തൊക്കെ പോയി കഴിക്കൽ കുറച്ച് കൂടിയുണ്ട്. ഇത് പണ്ട് ഇത്രയധികം കഴിക്കാറില്ല. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യം പുറത്ത് പോയി കഴിച്ചാലും പ്രശ്നമില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിക്കുള്ളൂ.
എവിടെ പോയി കഴിച്ചാൽ ഞാൻ പോയി ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ബിരിയാണി കഴിക്കുള്ളൂ, ഫുൾ ബിരിയാണി ഒന്നും ഇപ്പോൾ കഴിക്കില്ല. പക്ഷെ ഇപ്പം അങ്ങനെ കഴിച്ച് എൻ്റെ മറ്റേ കുടലിത്തിരി വലുതായി തോന്നുന്നു, എപ്പറ്റൈറ്റ് കൂടി. എനിക്ക് മറ്റേതെനിക്ക് കുറച്ച് കഴിച്ചാൽ ഓക്കെ സമാധാനമായി എന്ന് തോന്നുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ കുറേ കഴിക്കണം വയറിനൊന്ന് ഓക്കെ ആക്കാൻ, ഈ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നമുക്ക് ഡയറ്റൊന്ന് സ്ട്രിക്റ്റ് ആക്കാം. പുറത്ത് പോകാത്ത ദിവസങ്ങളിൽ നല്ല രീതിക്ക് ഫുഡ് ഡയറ്റ് പോലെ കഴിക്കാം. പിന്നെ ഈ മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റേ ഫുഡൊക്കെ മെഷർ ചെയ്യണത് പണ്ട് നല്ലോണം മെഷർ ചെയ്തിട്ട് കഴിച്ചിരുന്നതൊക്കെ. പക്ഷേ പിന്നെ ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതല്ല. ഇപ്പോൾ ഈ ഓവർ കോൺഫിഡൻസ് കൂടിയിട്ട് ഞാൻ തോന്നിയ പോലെ മുട്ട പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് പോയി ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഓ അവൾ പുറത്താ, റോക്സി മോള് പുറത്താ. പക്ഷേ മുട്ട പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഇവിടുന്ന് കറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങും കാര്യങ്ങളും ഡയറ്റൊക്കെ സെറ്റാക്കുന്നു. കുറച്ചും കൂടെ ഹെൽത്തി ആവണം. ഒരു ജാനുവരി ആകുമ്പോഴേക്കും 6 പാക്ക് ഒന്നും വേണ്ട, എന്നാലും ഇപ്പോഴത്തെ ബോഡിക്ക് വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും പ്രശ്നമുണ്ട്. അത് നമുക്കൊന്ന് പക്കയാക്കണം. ഓക്കെ, അപ്പോൾ കൂടെ ഉണ്ടവർ കൂടെ കൂടിക്കോളൂ. ചുമ്മാ എൻ്റെ കറുപ്പ പ്ലേറ്റ് വേറെ എവിടെയോ ആണ്. പക്ഷേ വേറെ എവിടെയല്ല, കറുപ്പ പ്ലേറ്റ് എറണാകുളത്താണ്. ഈ കറുപ്പ പ്ലേറ്റിൽ കാണുമ്പോൾ ഒരു സമാധാനം. ഇതിപ്പോൾ ഈ പ്ലേറ്റൊക്കെ വലിയ പ്ലേറ്റാണ്. അപ്പോൾ ഈ വലിയ പ്ലേറ്റ് നിറച്ച് കഴിക്കണം, മനസ്സിലായോ? അതായത് വലിയ പ്ലേറ്റിൽ നമ്മൾ കുറേ കഴിക്കണം, കുറേ ചോറും കറികളൊക്കെ ഇടണം. അത് തന്നെ കുഞ്ഞ് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് കഴിച്ചാൽ മതി. അതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. ഇത്ര കഴിക്കാം, കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ആ മറ്റേ കറുപ്പ പ്ലേറ്റിലായിരുന്നപ്പോൾ എനിക്ക് കറക്റ്റ് അറിയായിരുന്നു. മുട്ട വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ധൈര്യമില്ലേ. വേറെന്തുള്ള വേറൊന്നുമില്ലേ? ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും ഒന്നില്ലെങ്കിൽ വാങ്കുളി, അല്ലെങ്കിൽ ഇപ്പം പിന്നെയും കുഴപ്പമില്ല ഈ മൈക്കൊക്കെ വാങ്ങിച്ചപ്പോൾ. പണ്ട് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാതിരിക്കുമ്പോഴും ഇന്നലെ എടുത്ത് വാങ്ങി വിളിക്കും, അല്ലെങ്കിൽ ഇതിൽ കൂടെ മറ്റേ ആൾ പോകും. അനാറ്, പൈനാപ്പിള്, മുന്തിരി, ചിക്കോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റേ മീൻകാരൻ പോവും. എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളുണ്ടാവും. ഇതാ വരുന്നു റോക്സി. അവളിപ്പോൾ വന്നാലേ മുട്ടയുടെ പകുതി കൊടുക്കാം. വരുന്നു ഡോറുമിട്ട് മാന്തിക്കൊണ്ടിരിക്കുക, സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാം.
ആരോ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, ചോറും അങ്ങനെ കറികളൊക്കെ കൂട്ടി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ ടേസ്റ്റ്. നമ്മളോട് തൈര് വാങ്ങാൻ പറയണല്ലോ, തൈര് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.